ഗുഡ് ഈവനിംഗ്, നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മുൻ PS വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രാജ്യസഭാ MP സ്വാതി മലിവാളിന്റെ പരാതിയെ തുടർന്നാണ് ഇപ്പോഴുള്ള അറസ്റ്റ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ PS സ്വാതിയെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് സ്വാതിയുടെ പരാതി. പക്ഷേ AAP ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ്. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJPയുടെ ഏജന്റായി സ്വാതി പ്രവർത്തിക്കുന്നുവെന്നാണ് AAP വിഷയത്തിൽ ആരോപിക്കുന്നത്. അതുമാത്രമല്ല, മെഡിക്കൽ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതിൽ സ്വാതിക്ക് ഗുരുതര പരിക്കുകൾ ഉണ്ടായെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് വരുന്നു. പക്ഷേ അതിനെ തള്ളിക്കൊണ്ട് AAP ചില CCTV ദൃശ്യങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ വസതിയിൽ സ്വാതി വന്ന ദിവസം മെയ് 13 നടന്ന സംഭവത്തിൻ്റെ ചില CCTV ഫുട്ടേജുകൾ പുറത്തുവിടുന്നു. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. നിഷാദിലൊരു എന്ത് നിലപാട് എടുക്കണം? ഇതിപ്പോൾ സ്വാതിയുടെ വേഷൻ പറയുന്നത് ക്രൂരമായി മർദ്ദനമേറ്റു, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ മർദ്ദനം എന്ന് അവർ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അക്കാര്യം ആവർത്തിക്കുന്നില്ല, കാരണം മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. പക്ഷേ AAP കൃത്യമായി തന്നെ ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ പരിക്ക് പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർ നടന്നു പോകുന്നതും അവിടെ നിന്ന് സംസാരിക്കുന്നതും തർക്കിക്കുന്നതുമൊക്കെയുള്ള ഫുട്ടേജുകൾ പുറത്തുവിടും. എന്താണ് സംഭവിച്ചത്? അല്ല, സത്യത്തിൽ രേഷ്മ, ഇതിനകത്ത് എന്താണ് അന്നത്തെ ദിവസം മെയ് 13 മുഖ്യമന്ത്രിയുടെ വീട്ടിൽ സംഭവിച്ചത് എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോഴും ഇവർക്ക് മർദ്ദനമേറ്റുവെന്ന് എയിംസിൻ്റെ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പം മർദ്ദനമേറ്റുവെങ്കിൽ അവരൊരു കയ്യാങ്കളിയിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഏകപക്ഷീയമായി ആക്രമിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നാണ്. ആം ആദ്മി പാർട്ടി ഇന്ന് പുറത്തുവിട്ടുള്ള വീഡിയോയിൽ ഇവർ സെക്യൂരിറ്റി ഓഫീസറുമായിട്ടും അവിടെയുള്ള എല്ലാവരുമായിട്ടും കലഹിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ജോലി തെറിപ്പിക്കുമെന്ന് പറയുകയും ഞാൻ എന്തായാലും കണ്ടേ പോകും, അങ്ങനെ ആ നിലയ്ക്കുള്ള വലിയൊരു അഗ്രസീവായ സമീപനം അവരെടുക്കുന്നതിൻ്റെ വീഡിയോയിൽ അത് കാണാൻ പറ്റും. അപ്പോൾ സ്വാതി മാനുവൽ അവിടെ പോവുകയും മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിരിക്കാനോ കാണാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ അത് അവർ കുറച്ച് മാന്യമായി തിരിച്ചു പോകാതെ ബഹളം കയ്യാങ്കളിലേക്ക് പോവുകയോ അതൊരു സംഘർഷമായി മാറുകയോ ചെയ്തിരിക്കാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്കറിയാവുന്നില്ല, സ്വാതിയെക്കുറിച്ച് നമുക്കറിയാവുന്നത് അവർ വളരെ ഷാർപ്പായിട്ട് BJP ആക്രമിച്ചുകൊണ്ടിരുന്ന ആം ആദ്മി പാർട്ടിയുടെ മുൻനിരയിലുണ്ടായിരുന്ന കടുത്ത BJP വിരുദ്ധ നിലപാടുണ്ടായിരുന്ന ഒരു നേതാവാണ്. അവരെന്തുകൊണ്ടാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരെ സംസാരിക്കുന്നതും അരവിന്ദ് കെജ്രിവാളിനെതിരെ സംസാരിക്കുന്നത്? അവരുടെ പാർട്ടിക്കകത്ത് ആഭ്യന്തരമായ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ആം ആദ്മി പാർട്ടി തന്നെ പറയുന്നത് ഇവരുമായി ബന്ധപ്പെട്ട് ചില അലിഗേഷൻസ് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലുള്ള MP സ്ഥാനം ഇനിയും കൊടുക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിക്കുകയാണ്. അത്തരമൊരു തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായി ഇവർക്ക് പാർട്ടിയുമായി അകൽച്ച തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ പിന്നാലെ കെജ്രിവാളിനെ കണ്ട് തൻ്റെ ആവശ്യം അറിയിക്കാനും തൻ്റെ നിലപാട് വിശദീകരിക്കാനും ആണ് അവർ വന്നത്. കെജ്രിവാളിന് പക്ഷേ അവരുടെ വിശദീകരണം കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പെർമിഷൻ കൊടുത്തില്ല. അതിൽ വൈകാരിക വിക്ഷുബ്ധതയോടുകൂടി പിന്നീട് അവർ പ്രതികരിച്ചതാണ് കണ്ടത്. അതെന്തായാലും വലിയ അലമ്പായിട്ട് അവിടെ മാറുകയും അവർ ആക്രമിക്കപ്പെടുകയും ചെയ്തു എന്നത് ഒരു വസ്തുതയായിട്ട് അവിടെയുണ്ട്. പക്ഷേ വളരെ നിഷ്കളങ്കയായി പോയ ഒരാൾ ഇങ്ങനെ മർദ്ദിച്ചതാണോ എന്നതാണ് പുറത്തു വരേണ്ട വിവരം. എനിവേ, അവരൊരു സ്ത്രീ എന്ന നിലയ്ക്ക് ആക്രമിക്കപ്പെട്ടു എന്ന് അവിടെയുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP കെജ്രിവാളിനെ നാണം കെടുത്താനും ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കാനും നടത്തുന്ന പദ്ധതികളുടെ ഭാഗമാണിത് എന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നുണ്ട്. അതിന് പിന്നിൽ സ്വാതി മാനുവാൾ BJPയുടെ താല്പര്യവുമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ വിചാരിക്കാനും അവരെ സംബന്ധിച്ച് ന്യായമുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാൾ ഒരു അഴിമതി കേസ് ആരോപണം നേരിട്ട് ജയിലിൽ പോയ ആളാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ എമ്പാടും ദീർഘകാലം അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു. ഫൈനലി കോടതി അദ്ദേഹത്തെ ഇറക്കിവിടുകയും അദ്ദേഹം ഇറങ്ങി വന്നു വലിയ തോതിലുള്ള ആവേശം ഉണ്ടാക്കുകയും ചെയ്യുന്നു. മോദിക്കെതിരെ വലിയ ആവേശം ഡൽഹി പോലെ ഒരു സ്ഥലത്തുണ്ടാക്കുന്നു. അതിന് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചെത്തിയിരിക്കുന്നു. ആ തിരിച്ചു വന്ന അരവിന്ദ് കെജ്രിവാളിനെ ടാർണിഷ് ചെയ്യാൻ, ആ പ്രഭയൊന്ന് കെടുത്താൻ ഇത്തരമൊരു സംഗതി BJPക്ക് ഗുണപ്പെടും. ഇത് സ്റ്റേജ് ചെയ്തതാണോ, ഇങ്ങനെ സംഭവിച്ചതാണോ, സ്വാതി മാനുവലിന് BJP താല്പര്യം ഉണ്ടെന്നുള്ളത് വേറെ കാര്യം. ഇതിൻ്റെ ബെനഫിഷ്യറി ആരാണെന്ന് ചോദിച്ചാൽ അത് BJP ആണ്. കാരണം സ്ത്രീകളെ, പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയത്തിൽ ആകർഷകരായിട്ടുള്ള മധ്യവർഗ്ഗക്കാർ, ഉപരിവർഗ MSc എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, യുവാക്കൾ, ഇത്തരം ആളുകളെ ഈ സംഭവം സ്വാധീനിക്കിടയുള്ളതാണ്. കാരണം സ്വാതി മാനുവൽ ആ നിലയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശേഷിയുള്ള യുവതിയായ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലുണ്ടായിരുന്ന ഒരാൾ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്ന് വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം കെജ്രിവാളിന് മേൽ ചാരാം. അതിൻ്റെ പേരിൽ കെജ്രിവാളിൻ്റെ രാഷ്ട്രീയം ഈ കുഴപ്പമാണെന്ന് ആരോപണം ഉന്നയിക്കാം. അവിടെ ഇതിൻ്റെ ബെനിഫിഷ്യറി BJP ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതിൽ സംഭവിച്ചത് എന്താണെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്നാലും ഇപ്പോഴത്തെ ഒരു പൊതുവായ സാഹചര്യത്തിൽ BJPക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ ആവേശത്തെ കെടുത്താൻ ഈ വിവാദത്തിന് ശേഷി ഉണ്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതിനൊരു പക്ഷേ കുറച്ചുകൂടി
എന്താ പറയുക, ആളുകളെ നേരിട്ട് സ്പർശിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളോ ദൃശ്യങ്ങളോ മറ്റോ പുറത്തു വരേണ്ടതുണ്ടായിരിക്കും. അതിനകത്ത് ഇപ്പോഴും ഒരു അവ്യക്തത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. യെസ്, ഒരു സ്ത്രീ താൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്, അതിനെ തള്ളിക്കളയുകയല്ല. പക്ഷേ മറുവശത്ത് ഇപ്പോൾ ഇന്നലെ അതിഷി മർലേനയുടെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾ ഓർക്കണം, മുഖ്യമന്ത്രിക്ക് ജാമ്യം ലഭിച്ചതു മുതൽ BJP വലിയ തരത്തിൽ അസ്വസ്ഥരാണ്. അപ്പോൾ BJP AAP ഉന്നമിട്ടുകൊണ്ടുള്ള ഒരു നാടകമാണ് ഈ കാണുന്നത്. അതായത് ഇപ്പോൾ ഈ വൈഭവ് എന്ന് പറയുന്നത് PS മാത്രമല്ല, അരവിന്ദ് കെജ്രിവാളിന് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന തരത്തിൽ ബന്ധമുള്ള, അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ വളരെ അടുത്ത ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ സ്വാതി പറയുന്നത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ മർദ്ദനം, മുഖ്യമന്ത്രി ഇടപെട്ടില്ല, ഒരു അക്ഷരം മിണ്ടിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ കാര്യം ആവർത്തിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇതിലിതാണ് രേഷ്മ പറഞ്ഞ മാതിരി നമ്മുടെ നിയമവ്യവസ്ഥയിൽ ആക്രമണത്തിനിരയായ ഒരു സ്ത്രീയുടെ മൊഴി എന്ന് പറയുന്നത് നിയമപരമായ പ്രാബല്യവും പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. അവരുടെ മൊഴിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥ. പക്ഷേ അതേസമയം തന്നെ സുപ്രീം കോടതി അടക്കം രാജ്യത്ത് നിരവധി കോടതികളും നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഈ ഒരു പ്രൊവിഷൻ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും പല സന്ദർഭങ്ങളിലായിട്ട് അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ദുർബലനും ഒരു ശക്തനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ നമ്മൾ എപ്പോഴും ഒരു ചായ്വ് ദുർബലനോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു ഘടകം അതൊരു നീതിയുടെ തത്വമാണ്. അപ്പോൾ ഇവിടെ പിന്നെ ഒരു ഫ്രെയിമിലൂടെ നോക്കുമ്പോൾ സ്വാതി എന്ന് പറയുന്ന ഒരു സ്ത്രീ, വൈഭവ് എന്ന് പറയുന്ന പുരുഷൻ. അതേസമയം മറ്റൊരു ഫ്രെയിമിലൂടെ നോക്കുമ്പോൾ വൈഭവ് എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി അസിസ്റ്റൻ്റ് ഒരാളാണ്. പക്ഷേ സ്വാതി ഒരു പാർലമെൻറ്റ് അംഗമാണ്. ഒരു പാർലമെൻറ്റ് അംഗമായ MP ആയ ഒരാളെ ഒരു പേഴ്സണൽ സ്റ്റാഫ് വന്ന് ഇടിക്കും, മർദ്ദിക്കും, അത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അങ്ങനെ സംഭവിക്കുമോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതുവരെയുള്ള ഒരു സംഗതി വെച്ചിട്ട് സ്വാതി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. സ്വാതി നേരത്തെ തന്നെ വൈകാരികമായി സംസാരിക്കുന്ന ഒരാളാണ്. അവരുടെ ജീവിതത്തെക്കുറിച്ചൊരു സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമുണ്ട്. അവർ പട്ടാള ഉദ്യോഗസ്ഥൻ്റെ മകളായി ജനിച്ചതാണ്. അങ്ങേറ്റം അതിഭീകരമായ ടോക്സിക് പാരൻറ്റിങ്ങിന് വിധേയമായിട്ടുണ്ട് ഞാൻ എന്നവർ മുമ്പ് തുറന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില വൈകാരിക ഘടകങ്ങൾ അവരുടെ സംസാരത്തിൽ തന്നെ നമുക്ക് പല സന്ദർഭങ്ങളും കാണാം. പിന്നെ അവർ ഈ അവിടുത്തെ വിമൻസ് കമ്മീഷൻ്റെ ചെയർപേഴ്സണായിരിക്കെ അവരേറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു ഏരിയ ഇതായിരുന്നു. പിന്നെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കുഞ്ഞുങ്ങൾ, ഈ സിംഗിൾ പാരൻറ്റിങ്ങിലൂടെ വളരുന്ന കുട്ടികൾ, അതൊക്കെ അവരൊരു ഫോക്കൽ ഏരിയ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ കെജ്രിവാൾ പുറത്തിറങ്ങിയത് മുതൽ അദ്ദേഹത്തെ കൊടുക്കാൻ BJPയും അവിടുത്തെ പോലീസ് സംവിധാനങ്ങളെല്ലാം ശ്രമിക്കുന്നുള്ളൊരു വസ്തുതയാണ്. ഇന്ന് ഈ സ്വാതിയുടെ വാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് ഇതാണ്. അവർ നേരത്തെ പറഞ്ഞത്, രേഷ്മ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ എന്നെ ഇടിച്ചു എന്നായിരുന്നു. അത് നുണയാണ് എന്നത് വെളിപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അത് നുണയാണെന്ന് വെളിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു എന്ന് ആളുകൾ സംശയിക്കാൻ ഇടവരും. രണ്ടാമത്, ഇന്ന് AAP പുറത്തുവിട്ട വീഡിയോസ്, ആ വീഡിയോസിലുള്ള എന്താണ്, ഒരു മർദ്ദനത്തിനിരയായ ഒരു സ്ത്രീ പെരുമാറുന്നത് പോലെയേ അല്ല അവർ പെരുമാറുന്നത്. അവർ അങ്ങേയറ്റം രോഷത്തോടെ, അങ്ങേയറ്റം ശക്തിയോടെ, ബലത്തോടെ, കരുത്തോടെ സംസാരിക്കുകയാണ്. ഞാൻ തൻ്റെ ജോലി തെറിപ്പിക്കും കേട്ടോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹിന്ദിയിൽ വേറെ ചില മോശം വാക്കുകൾ അവർ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി മർദ്ദനത്തിനിരയായ ഒരു സ്ത്രീ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ, അതും ഈ സെക്യൂരിറ്റി ഓഫീസേഴ്സിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലൊരു വിധി തീർപ്പിലെത്താൻ പറ്റില്ല. അത് ഇനിയുള്ള ദിവസങ്ങൾ കാണേണ്ടതാണ്. പക്ഷേ കെജ്രിവാളിനെ കൊടുക്കാൻ BJP ശ്രമിക്കുന്നുള്ള വസ്തുതയാണ്. കഴിഞ്ഞ ദിവസം SG തന്നെയാണ്, തുഷാർ മേത്ത തന്നെയാണ് സുപ്രീം കോടതിയിൽ പോയത്. ഇങ്ങനെ ജാമ്യവ്യവസ്ഥ ലംഘിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം, കേസിനെ കുറിച്ച് പറയരുത് എന്ന് കോടതി വിധിയിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതിയിൽ തുഷാർ മേത്ത തന്നെ നേരിട്ട് വന്ന് ഹാജരാകും നമ്മൾ കണ്ടു. പക്ഷേ സുപ്രീം കോടതി മൈൻഡ് ചെയ്തതില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഇദ്ദേഹം പുറത്തിറങ്ങിയ കെജ്രിവാളിനെ ഇവർ ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട്. ഇദ്ദേഹം നടത്തുന്ന ഓരോ റാലികൾ, നടത്തുന്ന പ്രസംഗങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് വേറൊരു പണ്ട് സിനിമയിൽ പറയേണ്ടത്, ഏതെങ്കിലും ഒരു പെണ്ണ് കേസിലോ ഗർഭക്കേസിലോ പെടുത്തുക, കൊള്ളാവുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ പെടുത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് പലരും സ്വീകരിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമാണോ ഇതെന്ന് നമുക്കറിയില്ല. എനിവേ, നിഷാദ് പറഞ്ഞതുപോലെ ഈ വീഡിയോ കൂടി വന്നതോടുകൂടി BJPയുടെ ഒരു നാടകമാണ് ഇതെങ്കിൽ
വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സ്വഭാവത്തിലേക്ക് അത് വളർന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, അത് തന്നെയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സംശയങ്ങൾ, ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, സ്വാതി മർലേന പറയുന്ന കാര്യങ്ങളിൽ ചില പൊരുത്തക്കേടുകൾ തുടക്കം മുതൽ ഉണ്ട്.